എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു രാജാവായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. പക്ഷെ ഞാനൊരു രാജാവായിരുന്നു. ലൈക്ക് എല്ലാ രാജാക്കന്മാരെ പോലെ തന്നെ എൻ്റെ കൊട്ടാരത്തിന് തൊട്ടടുത്ത് നല്ലൊരു ക്ഷേത്രം പണിയണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആൾക്കാരെ വിട്ടിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ശില്പിനെ ഞാൻ കൊണ്ടുവന്നു. എനിക്ക് ഞാൻ പുള്ളിക്കാരൻ്റെ ഒരു ആവശ്യം മാത്രമേ പറഞ്ഞുള്ളൂ, നിങ്ങൾ എനിക്കൊരു ക്ഷേത്രം പണിത് തരിക, പക്ഷേ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം അതായിരിക്കണമെന്ന്. പുള്ളിക്കാരൻ യെസ് പറഞ്ഞു, പണി തുടങ്ങി, ക്ഷേത്രത്തിന്റെ പണിയെല്ലാം തീർന്നു. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ പുള്ളിക്കാരൻ ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ക്ഷേത്രം എനിക്ക് വേണ്ടി പണി തന്നു. പക്ഷേ കുറച്ചു നാൾ കഴിഞ്ഞ് വലിയൊരു കൊടുങ്കാറ്റ് മഴ അടിച്ചപ്പോഴത്തേക്കും ക്ഷേത്രം എല്ലാം കൂടെ പൊളിഞ്ഞു വന്നു. ആക്ച്വലി എനിക്ക് ദേഷ്യം വരേണ്ടതാണ്, പക്ഷെ ആ സമയത്ത് എനിക്ക് ചിരിയാണ് വന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും നല്ലൊരു ശില്പിനെ കൊണ്ട് ഒരു ക്ഷേത്രം പണിതിട്ട് ഒരു കാറ്റും മഴ അടിച്ചപ്പോൾ അത് പൊളിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ, അങ്ങനെ ശില്പിയെടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു 3 ദിവസം തരാം, നിങ്ങൾ ഇത്രയും നല്ലൊരു ക്ഷേത്രം പണിത് എനിക്ക് ഒന്നുകൂടെ തരണം, പക്ഷേ ഇത് ഒരു രീതിയിലും കേടുപാടുണ്ടാവാൻ എന്തെങ്കിലും ഒരു ദിവസം ഇടിഞ്ഞു വീഴാൻ പാടില്ല. പിറ്റേന്ന് തന്നെ ശില്പി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, രാജാവേ എനിക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടി. കാരണം എനിക്ക് വേറെ ഒന്നും തെറ്റില്ല, കണക്കെല്ലാം ശരിയായിരുന്നു, പക്ഷെ കണക്കിലെ ഒരു രൂപം മാത്രം, ഒരു ഷേപ്പ് മാത്രം എനിക്ക് മിസ്സായിപ്പോയി. ആ ഒരു മിസ്സായിപ്പോയ ഷേപ്പ് കൊണ്ടാണ് ഈ ക്ഷേത്രം ഫുൾ ഇല്ലാതായി പോയത്. അപ്പൊ ഞാൻ ചോദിച്ചു, അത് ഏതാണ് ആ രൂപം, നിങ്ങൾക്ക് തന്നെ തെറ്റിപ്പോയ ആ രൂപം ഏതാ, നിങ്ങൾ മറന്നുപോയ ആ രൂപം ഏതാ? അപ്പൊ ശില്പി എൻ്റെ അടുത്ത് പറഞ്ഞു, രാജാവേ ഈ രൂപമായിരിക്കും ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നൊരു രൂപം. അപ്പൊ ശില്പി അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, രാജാവേ എനിക്ക് മിസ്സായി പോയ രൂപം ട്രയാങ്കിളാ, ത്രികോണമാണെന്ന്. അപ്പോൾ ഒരു ത്രികോണത്തിന് എങ്ങനെയാണ് ഇത്രയും ശക്തി വരുന്നതെന്ന് അന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടി. ഇതിന്റെ ബാക്കിലുള്ള സയൻസ് വളരെ സിമ്പിളാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു റെക്ടാങ്കിൾ എടുത്തു. ഈ റെക്ടാങ്കിൾ എടുത്തിട്ട് റെക്ടാങ്കിൾ ഒരു ആംഗിളിൽ ഞാനിപ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ റെക്ടാങ്കിൾ ചെറുതായി അല്ലെങ്കിൽ ചുരുങ്ങി വരും. ചുരുങ്ങുന്നത് ചെറുതാവും എന്നല്ല, വലിയും, ആംഗിളുകൾ വലിയും. അതായത് ഒരു റെക്ടാങ്കിളിന്റെ 4 ആംഗിൾസ് ഫുള്ളി ഫ്രീയാ. നമ്മൾ എവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും വലിച്ചാലും അകത്തോട്ട് തള്ളിയാലും ഇത് മാറിപ്പോകും. അതുകൊണ്ട് റെക്ടാങ്കിൾ നമുക്ക് ഒരിക്കലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ട്രയാങ്കിളിലോട്ട് വരുമ്പോൾ ട്രയാങ്കിളിന് വെറും 3 ആംഗിളും 3 സൈഡുകളും മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഒരു ആംഗിളിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന 2 സൈഡിലോട്ടും ഈ ഫോഴ്സ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് അവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും, ഈ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ ഡിസ്ട്രിബ്യൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന എത്ര ഫോഴ്സ് ആയാലും അത് ഈ 2 സൈഡിലോട്ട് പോവുകയും ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഉണ്ടല്ലോ, താഴത്തെ സൈഡ്, ഈ സൈഡിലോട്ട് ഈ ഫോഴ്സ് വന്ന് കംപ്രസ് ആവുകയും ചെയ്യും. അപ്പം ഈ ഒരു ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ട്രയാങ്കിൾ ആംഗിളും മാറത്തില്ല, സൈഡുകളും മാറത്തില്ല, ഈ ട്രയാങ്കിൾ ഒരു വ്യത്യാസം വരത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ സാധനം, എത്ര ശക്തി, എത്ര വെയിറ്റ് ഉള്ള സാധനം ആയാലും ഒരു ട്രയാങ്കിളിൽ വെച്ച് നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന പാലങ്ങളായാലും ഈഫൽ ടവർ ആയാലും ക്രെയിനുകളായാലും വീടിന്റെ മേൽക്കൂര ആയാലും എല്ലാം നമ്മൾ ഈ ഒരു രീതിയിൽ ട്രയാങ്കുലർ ഷേപ്പിൽ കാണുന്നത്. അപ്പൊ ഈഫൽ ടവറിൽ എന്തിനാണ് നമ്മൾ ഈ ട്രയാങ്കിൾ യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ, ഇത്ര നേരം പറഞ്ഞ പോലെ തന്നെ അതിന് ശക്തി കൂടാൻ. കാരണം എഞ്ചിനീയർമാർക്ക് മനസ്സിലായി, ഈ ട്രയാങ്കിൾ വെച്ചുള്ള ഷേപ്പ് വെച്ച് കൊണ്ടുപോയാലേ നമുക്കിത് കുറെ കാലം നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ, നമുക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഈഫൽ ടവർ അങ്ങനെ. അതേപോലെ തന്നെയാണ് നമ്മുടെ ക്രെയിനിൽ നീണ്ടുവന്ന കൈയുടെ ഭാഗം ഉണ്ടല്ലോ, കൈയുടെ ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. കുറെ ട്രയാങ്കിൾ ആയിട്ടുള്ള കുറെ കമ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പാലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാലത്തിന്റെ അടിഭാഗത്ത് നമുക്ക് ഇങ്ങനെ കുറെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ട്രയാങ്കിൾ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ട്രയാങ്കിൾ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഈ നേച്ചറിൽ കാണുന്നില്ല? നമ്മുടെ നേച്ചറിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്രയ്ക്ക് ട്രയാങ്കിൾ ഒന്നും കാണാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? അതും വളരെ സിമ്പിളാണ്. നമ്മൾ നേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും നമുക്കൊരു പെർഫെക്റ്റ് ഷേപ്പുള്ള ഒരു സാധനമല്ല. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ മരം എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം അതിന്റെ തടി എന്ന് പറയുന്നത് സിലിണ്ടറിക് ഷേപ്പ് ആണെന്ന്. പക്ഷെ അത് ഒരിക്കലും ഒരു പെർഫെക്റ്റ് സിലിണ്ടർ അല്ല. നമുക്ക് ഫുള്ളി അത് വളവും തിരിവും ഒക്കെ ഉള്ളതാ. മനസ്സിലായി? നമ്മളൊരു ഇല എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ എന്തെടുത്തു കഴിഞ്ഞാൽ, പ്രകൃതിയിലുള്ള നേച്ചറിലുള്ള എന്ത് സാധനം എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു വളവും തിരിവൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇതിലൊന്നും നമുക്ക് ട്രയാങ്കിൾ കാണാൻ പറ്റാത്തത്. നമുക്ക് മനുഷ്യന് എന്ന് നമുക്കൊരു ശക്തിയുള്ള, ദൃഢതയുള്ള നമുക്കൊരു സാധനം ആവശ്യം ഉണ്ടെന്ന് തോന്നിയോ അന്ന് നമ്മൾ ട്രയാങ്കിളിനെ കുറിച്ച് പഠിക്കുകയും നമ്മൾ ട്രയാങ്കിളിനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ ട്രയാങ്കിൾ അതിൽ അപ്ലൈ ചെയ്തു. അപ്പൊ ഇതിന്റെ വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള, ഇത്രയും ശക്തിയുള്ള ട്രയാങ്കിൾ എന്തുകൊണ്ട് നമ്മുടെ വീടുകളിലെ വാട്ടർ ടാങ്കിലൊന്നും ഉപയോഗിക്കുന്നില്ല? നമ്മൾ എന്തുകൊണ്ട് അതിന്റെ സർക്കിളിൽ ഉപയോഗിക്കുന്നുണ്ട്? അപ്പൊ സർക്കിളും ട്രയാങ്കിളിനെ പോലെ എന്തൊക്കെയോ പ്രത്യേകതയുള്ള ഒരു സാധനമല്ലേ? അപ്പൊ ഈ സർക്കിളിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.